പശ്ചിമ ബംഗാളിൽ ഭരണം മാറിയതോടുകൂടി ബംഗ്ലാദേശിലും സ്ഥിതിഗതികൾ മാറിമറിയുകയാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ ഭരണം മാറിയ ശേഷം ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശുകാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി തെരുവിലിറങ്ങിയത് വലിയ പ്ലക്കാർഡും ബോർഡുകളും ഒക്കെ പിടിച്ച് വലിയ റാലി ആയിട്ടാണ്. ഈ റാലിയിൽ പറയുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കൂ എന്നുള്ളതാണ്. ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഇസ്കോണിലെ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ടുള്ള ഇസ്കോണിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ തകർക്കൂ എന്നും അവർ ആഹ്വാനത്തിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഇസ്കോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ അവർ വളരെ പ്രബലമാണ്. ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദു ഏകീകരണം, ഹിന്ദുക്കളെ ഒരുമിപ്പിക്കൽ എല്ലാം ചെയ്യുന്നത് ഇസ്കോൺ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്കോണിന്റെ ഒരു ആ സന്യാസിയെ ബംഗ്ലാദേശ് ഇപ്പോഴും തടവറയിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതും കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായി ബംഗ്ലാദേശിൽ ഒരു സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക്, അതായത് ഈ റാലി നടത്തുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ബംഗ്ലാദേശിന്റെ പട്ടാളവും അണിനിരക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പട്ടാളമാണ് ഇവരുടെ റാലിക്ക് അകമ്പടി സേവിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സേവ് ഹിന്ദുസ് എന്ന് പറഞ്ഞാണ് ഇത് പ്രധാനമായും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.